മാളു, ടോബി വേഗം ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഇരിക്കൂട്ടോ. ഞാൻ ദേ എത്തി. ടോബി, നീ പാറുവിനെ ശ്രദ്ധിച്ചോ? അവളെന്താ മൈക്കിളിൻ്റെ ഒപ്പം ഇരിക്കുന്നേ? അതെ, ഞാൻ വന്നപ്പോഴേ കണ്ടതാ. ഇന്ന് അവിടെ ഫുൾ കറക്കായിരുന്നു. ആണോ? അമ്പടി. അതെ അതെ. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ മേസിക്കിട്ട് പണി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടി ഒരു കാര്യം പറഞ്ഞത് നീ കേട്ടായിരുന്നോ? ആ, ഞാനത് നോട്ട് ചെയ്തായിരുന്നു. മൈക്കിളിനെ ഇവിടെ ഇഷ്ടമാണ്, ഇവക്കും മൈക്കിളിനെ ഇഷ്ടമാണ്, അങ്ങനെയല്ലേ പറഞ്ഞേ? അതെ അതെ. കൊച്ചു കള്ളി, എന്നിട്ട് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. നോക്കാം നമുക്ക്. എന്നാലും ഇവളെ കൊണ്ട് ഞാൻ മൈക്കിൾ ചേച്ചിയും ചേട്ടനും നമ്മളെ നോക്കുന്നുണ്ട്. ആ, അതിനിപ്പോൾ എന്താ, അവർ നോക്കട്ടെ. നമ്മളെ പറ്റിയിട്ട് അവരെന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. വലിയ മൈൻഡ് കൊടുക്കണ്ടെന്നേ. നീരജ്, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതെന്താ ഞാനിവിടെ ഇരുന്നാ? എൻ്റെ അടുത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. ഞാൻ വേണമെങ്കിൽ മാറിയിരിക്കുക. ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ ഇവിടെ ഇരിക്കരുതെന്നൊന്നും. ഞാനിവിടെ ആയിരുന്നേ, അതുകൊണ്ട് ഇവിടെ വേറെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ന് കാണണമല്ലോ. ചേച്ചി ചേട്ടാ, വഴക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് ഇരുന്നോ, ഞാൻ അവിടെ ഇരുന്നോളാം. ടോബി ടോബി, എന്താ നിത്യ? ഒന്നിങ്ങ് വന്നേ. ഇതാ വഞ്ഞു. അല്ലേ മാളു, ഞാൻ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. നീ എന്തിനാ വിളിക്കുമ്പോഴേ പോകുന്നേ? വരാൻ പറ്റില്ലെന്ന് പറഞ്ഞൂടെ? ആ, ദാ വഞ്ഞേ, പോയിട്ട് വരാം. ശരി. എന്താ നിത്യ കാര്യം? വാ ഇവിടെ ഇരിക്കും. അവനെന്തിനാ അവിടെ പോയിരുന്നേ? അവന് വേറെ ഒന്നും കണ്ടില്ല ഇരിക്കാൻ. ഷോ, പാവം മാളു വിഷമായിട്ടുണ്ടാവും. അല്ല മീനു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ അവിടെ തപ്പി നടക്കുമായിരുന്നു. ഞാൻ നിങ്ങൾ ഇവിടെ വന്നെന്ന് പറഞ്ഞ് ഓടി ഇങ്ങോട്ട് വന്നു. എനിക്കാണെങ്കിൽ തണുത്തിട്ടും മേല. ഞാൻ പിന്നെ ഇവിടെ ഇരിപ്പായി. നമുക്ക് നേരത്തെ വന്ന് സീറ്റ് പിടിക്കണമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതേനേ, പിന്നെ എല്ലാ പിള്ളേരും കൂടി ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലത്തെ 4 എണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എല്ലാവരും പല പല സ്ഥലത്തുണ്ടല്ലേ? അയ്യോ, ഇനി അവർക്ക് വഴി മാറിപ്പോ. ആഹാ, നിങ്ങൾ എവിടെയായിരുന്നോ? ഞാനും മാസം കൂടി തപ്പാത്ത സ്ഥലമില്ല. അതേനേ, ആ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. എന്നിട്ട് വാസന്തി വരുന്ന വഴിക്ക് മേഴ്സിനെ കണ്ടു. മേഴ്സിയുടെ പുറകെ പോയിട്ടുണ്ട്. ആ, ഇതാ വന്നിട്ടല്ലോ. ഇനി പിള്ളേരെ, നീ ഞങ്ങൾക്ക് സ്ഥലം പിടിച്ചില്ലേ? അത് ശരി, എവിടെയായിരുന്നു? ഒന്നും പറയണ്ടടി, ഓടി ഓടി തളർന്നു ഞാൻ. അതിന് ഓട്ട മത്സരമൊന്നും ഇല്ലാഞ്ഞല്ലോ. എന്നാ പറയാനാ, മേഴ്സിയുടെ പുറകെ ഓടി ഓടി ഞാൻ മടുത്തു. അവൾ വലിയ ഓട്ടക്കാരിയാണ്. എന്ത് കഷ്ടമാണ്. ചേട്ടാ, ഒന്നങ്ങോട്ട് മാറി ഇരിക്കടാ, ഇറക്കാം. ഞങ്ങളുടെ ഇടയിൽ തന്നെ വന്നിരിക്കണമെന്ന് നിനക്കൊന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ പറയല്ലേടി, നിങ്ങളൊക്കെ എന്നെ ചങ്കല്ലേ. ഓ ശല്യം. ശരി ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാട്ടോ. ആ, പയ്യെ വന്നാ മതി. നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങുമ്പോ പയ്യെ പോരി. ആ കേട്ടാ, നമുക്കങ്ങനെ തുടങ്ങിയാലോ? എന്ത് പാട്ട് മത്സരം തുടങ്ങാം? ആണോ, നമുക്ക് തുടങ്ങാം. ഞങ്ങൾ 4 പേരും ഒരു ടീം, നിങ്ങൾ 4 പേരും ഒരു ടീം, മാളു ചേച്ചിയും നീരജ് ചേട്ടനും ഒരു ടീം. എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാം. അപ്പം 3 പേരെ ആവൂല്ലേ? വേണ്ട, നീ പെങ്ങും പോണ്ട, അവിടെ ഇരി. നമ്മുടെ ഈ പാട്ട് പാടും. ഒന്ന് ആലോചിക്കട്ടെ. ടോബി ചേട്ടാ, എന്തെങ്കിലും പാട്ട് ഐഡിയ ഉണ്ടോ? ഇല്ലടാ, തുമ്പിവാ പാടിയാലോ? ഓക്കെ. എനിക്കൊരു പാട്ട് കിട്ടി, ഞാൻ പാടാം. ഈ അടാ ഒരുമിച്ചാണ് പാടിയാൽ മതി. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഒരു സെക്കൻഡേ. അവിടെ കേറിയിരിക്കുന്നുണ്ടോ എന്റെ മൈക്കിളിന്റെ അടുത്ത്? എന്ത് ധൈര്യമുണ്ട്. എല്ലാരും കൂടി എന്നെ പറ്റിച്ച്. ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇപ്പൊ തന്നെ കിട്ടും എല്ലാത്തിനും പണി. അയ്യോ തീ, എല്ലാരും ഓടിച്ചോ. ചേച്ചി, തീ വന്നു ചേച്ചി. അയ്യോ മാളു, ഓടി വാ. മാളു, ഞാൻ അവിടെ നോക്കിയിട്ട് വരാവേ. എന്റെ പൊന്നോ, 1 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ വാസു 65 ആയേനെ. അതെ ആ മേഴ്സി എന്തോ ചെയ്തു, ഞാൻ കണ്ടതാ. അതെ, ഞാനും കണ്ടു. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്ക് ഉറപ്പായിട്ട് മിസ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യണം.